കഴിപ്പിക്കണ്ടോ? മണിയമ്മ കേരള സാർ എഴുന്നേറ്റോ? ഞങ്ങൾ ഇന്നലെ ഒരുമിച്ചല്ലല്ലേ കിടന്നത്. അകത്ത് പോയി അന്വേഷിക്ക്. മകളും കാമുകനും കൂടി എന്തോ കശപശിയായി വന്നിട്ടുണ്ട്. അമ്മ പ്രസവത്തിന്റെ ഡോക്ടർ ആണെങ്കിലേ മകള് പ്രേമത്തിന്റെ ഡോക്ടർ ആവും. മണിയമ്മയുടെ മധുര17 അല്ല ഇപ്പോഴത്തെ പെൺപിള്ളേരുടെ മധുര17. അത് 1.5 വരും. മണിയമ്മക്കൊന്നും പിന്നെ 17 ഇല്ലല്ല, 16 ഉള്ളൂ. അസൂയപ്പെട്ടത് കാര്യമില്ല മണിയമ്മേ. എനിക്കൊരസൂയില്ല. എന്റെ മോളെ ഞാൻ നല്ല അച്ചടക്കത്തോടു കൂടി തന്നെ വളർത്തിയത്. അത് ശരിയാ. എനിക്കൊരു ലെറ്റർ തന്നേനി. 3 ദിവസമല്ല അവളെ മണിയമ്മ മുറി പൂട്ടിട്ടത്. ആ, അത് നിനക്ക് ഓർമ്മയുണ്ടല്ലോ. പിന്നെ കല്യാണത്തിന് ശേഷം അവള് മതില് ചാടിന്നൊക്കെയാ പറയണത്. ഒടുവില് കുട്ടി വേറെ ആരുടെയൊന്നും പറഞ്ഞ് ആ തെണ്ടി തൂങ്ങി ചത്തു. അന്നേ ഞാൻ പറഞ്ഞതാ ഒരു DTS ടെസ്റ്റ് നടത്താൻ. അതിനു മുമ്പേ അവൻ ചത്തില്ലേ. എന്നിട്ട് മോളെവിടെ പോ? അവള് തന്തയില്ലാത്ത കുട്ടിയായിട്ട് സുഖായിട്ട് കഴിയണു. അയ്യോ, എന്നോട് വർത്താനം പറഞ്ഞ് നേരം പോയത് അറിഞ്ഞില്ല. ഒരുപാട് പണി കിടക്കുന്നു. മോളെ ഞാൻ അന്വേഷിച്ചേ പറഞ്ഞേ. ആ പിന്നെ പറഞ്ഞേക്കാം. അന്വേഷണം എന്റെ മോളായതുകൊണ്ട് പറയല്ല, അവക്കൊരെല്ലു കൂടുതലാ. റോഡിൽ കിടന്ന് തല്ലുകൊണ്ട് നാണം കെട്ടില്ലേ നീയെ? ഒരു കാര്യം ചോദിച്ചോട്ടെ ആന്റി, ഞാൻ ഇവളെ തന്നെ കല്യാണം കഴിക്കണമെന്ന് ആന്റിക്ക് വല്ല നിർബന്ധമുണ്ടോ? എനിക്ക് ഒരു നിർബന്ധവും ഇല്ല. ഞാൻ പറഞ്ഞിട്ടല്ലല്ലോ നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായത്. നീ അവിടെ ഇരിക്കടാ. ഓഹോ, ഒരു ഭർത്താവിന്റെ ഗതികേടേ. രാവിലെ എഴുന്നേറ്റ മനുഷ്യനൊരു കട്ടൻ ചായ പോലും കിട്ടിയാലെന്ന് വെച്ചാ. ഇപ്പം മണി 11 ഞാൻ എപ്പ എഴുന്നേക്കണോ അപ്പാണ് എന്റെ പ്രഭാതം. രാവിലെ എഴുന്നേറ്റ് കണ്ണു തുറക്കുമ്പോഴേ നല്ലൊരു കാഴ്ച കണ്ടാൽ ഒരു സുഖം ഉണ്ടാവും. അവിടെയാണ്ടേ ഒരുത്തി മുഖം മേർപ്പിച്ച് കിടക്കുന്നു, ഇവിടെയാണ്ട് ഫസ്റ്റ് എയ്ഡ്. എന്താടാ ഉണ്ടായത്? അത് പറഞ്ഞു കൊടുക്ക്. ആശ പറഞ്ഞല്ലേ. പപ്പ ഇതൊന്ന് വായിച്ചു നോക്കിയേ. ഗായക നീ മീട്ടുമെൻ. അല്ല, ഇതൊരു കവിതയല്ലേ? പ്രേമലേഖനം കവിതാ രൂപത്തിൽ എഴുതാലോ. കവിതയാണോ പ്രേമലേഖനമാണോ തർക്കം? ഞാൻ തീർത്തു തരാം. അയ്യോ, സാർ എത്തിയായിരുന്നു. ഇരിക്കണ. ഇതിൽ കവയത്രി ഉദ്ദേശിച്ച ശിവൻ ഗായകനാണോ? അതെ, ഈ നീനി ശിവനും പണ്ട് കുറെ യുഗ്മഗാനം പാടിയിട്ടുള്ളതാ. അപ്പോൾ വൃത്തമൊത്തു. ഗായക നീ മീട്ടുമെൻ ഗാത്രവീണയിൽ പൂത്തിടും. സാറിന് നാനാർത്ഥം മനസ്സിലായോ? നാനാർത്ഥം മനസ്സിലായി, പക്ഷേ ഈ ഗാത്രവീണ പിടിയിട്ടില്ല സാറേ. ഗാത്രം എന്നാൽ ശരീരം, ഗാത്രവീണ എന്നാൽ ശരീരമാകുന്ന വീണ. അവൾ ശരീരമാകുന്ന വീണയിൽ അവന്റെ വിരലുകൾ മീട്ടിയപ്പോൾ ഗാത്രം പൂത്തു. പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ അവന്റെ കൈകൾ കൊണ്ട് അവൾ എക്കിളി കൂട്ടിയപ്പോൾ അവൾക്ക് രോമാഞ്ചം ഉണ്ടായി. ഇത് പ്രേമലേഖനൊന്നുമല്ല, അതിനേക്കാൾ കടുപ്പമെന്തോ സാധനോ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞില്ലേ പപ്പ ഇതൊരു ലവ് ലെറ്റർ ആണെന്ന്. എടി മണ്ടി, ഈ വിവരദോഷി പറയണ കേട്ട് നീ അത് വിശ്വസിച്ചല്ലോ. അല്ല, ഇരിക്കണ. കുറച്ചേരോട് ഇരിക്കണ സാറേ. ഓ, നിന്നെ പോലെ ഒരു മണ്ടി. അതാ ഞാൻ മണ്ടിയാ. എനിക്ക് നിങ്ങൾ ആരും ഇഷ്ടമല്ല. പപ്പയും അമ്മയും ശിവനെയും ആരും ഇഷ്ടമല്ല. ചെല്ലടാ, ചെന്ന് സമാധാനിപ്പിക്ക്. ഈ ഡോക്ടറും ഇങ്ങനെയായിരുന്നു. അവസാനം ഞാൻ കീഴടങ്ങും. അല്ലടി? ചെല്ലടാ അങ്ങോട്ട്. സാറേ, ഒരു സംശയം ചോദിച്ചോട്ടെ? ചോദിച്ചോ. സാർ അവസാനമായിട്ട് കീഴടങ്ങി എന്നായിരുന്നു? ഇല്ലേ? നമസ്കാരം പെങ്ങളെ. അല്ല, വണ്ടിയുടെ താക്കോല് ശിവന്റെ കയ്യിലല്ലേ? പക്ഷെ ബൈക്ക് ഞങ്ങളുടെ കയ്യിലാ. അതെങ്ങനെ? അതാണ് ഫൈമൻ കമ്പനി. അല്ല, ഇതാരാടാ? ഓ സോറി, ഇതെന്റെ ഫ്രണ്ട് അനിൽ. ഹായ്, ഇതാണ് ഞങ്ങളുടെ ഫൈമൻ കമ്പനിയിലെ 5ാമൻ. ഓ ശിവൻ. ഹലോ ഹലോ. ഇത് അറിയാം, നിശ്ചിത. എടാ, ഞാൻ വിട്ടോടെ. ഓക്കെ ബൈ. അപ്പൊ എല്ലാം ഓക്കെ. പെങ്ങൾ ആദ്യമായി ഞങ്ങളുടെ ഫൈമൻ കമ്പനിയിൽ വന്നല്ലേ, ഞങ്ങളുടെ വക ഒരു ചിന്ന ട്രീറ്റ്. ഓക്കെ ഓക്കെ. മെനു കാർഡ് വായിച്ച് കരയാൻ ഒന്നും സമയമില്ല. 3 പേര് കൂടി വരാനുണ്ട്. 3 ഫുൾ ചില്ലി ചിക്കൻ, 16 ചപ്പാത്തി, 6 ഡബിൾ ഓംലെറ്റ്, പിന്നെ ഡെസേർട്ട് ആയിട്ട് 7 സ്ട്രോബെറി ഐസ്ക്രീം. പിന്നെ ഈ പാവ മനുഷ്യന് ഒരു നെയ് റോസ്റ്റും ഒരു കാപ്പി. എനിക്ക് നെയ് റോസ്റ്റ് വേണ്ട. ചേട്ടാ, പഴംപൊരി ഉണ്ടോ? ഉണ്ടല്ലോ. എന്നാലേ എനിക്ക് പഴംപൊരി മതി. അല്ല, ഫൈമൻ കമ്പനിയുടെ ബാക്കി കഷ്ടങ്ങൾ ഇവിടെ. കയറിക്കൊള്ളൂ. എന്താ ഇയാള് പോകുന്നില്ലേ? ഒരു കിതപ്പ്, ലേശം വിശ്രമിച്ചിട്ട് പോകാം. കേറി പോടാ. നോണമില്ലാത്ത
എന്താ അവര് പറഞ്ഞു? ഒന്നുമില്ല. അവരിവിടുത്തെ വനിതാ സയ്യ ആള് മഹാ പെശക. വയറ് നിറച്ച് കിട്ടിയ ഒന്നുമില്ല, ഒരു പാവ സ്ത്രീ. അവർക്ക് ഇത് ശരീരം ഉണ്ടായിപ്പോ തെറ്റാണോ? ഹായ് സുൽത്താൻ. എത്ര നാളായടാ നിന്നെ ഒന്ന് കണ്ടിട്ട്. നീ വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോടാ. ഇവനിപ്പം ഷുഗറിന്റെ അസുഖം കൂടുതലാണല്ലോ. സോറി സിസ്റ്റർ, ഐ ആം സുജിത് കുമാർ. എന്റെ പേര് സണ്ണി കുര്യൻ. ഐ ആം നൗഫൽ. ഹായ്. സുൽത്താനോ? അങ്ങനെ ഒരു പേരുണ്ടോ? ഞങ്ങൾ ഒന്നിച്ച് +2 പഠിക്കണ കാലത്ത് ഇവനായിരുന്നു അവിടുത്തെ പ്രണയകുമാരൻ. ഗൾഫുകാരൻ കുഞ്ഞാപ്പൂന്റെ മകൾ റംല ബീഗം ചോക്ലേറ്റുമായി ഇവന്റെ പുറകെ നടക്കാൻ തുടങ്ങിയപ്പോഴാ ശിവന് ഞങ്ങൾ സുൽത്താൻ എന്ന് പേരിട്ടത്. ഇവനും റംലയും നല്ല മാച്ചായിരുന്നു. +1 പഠിക്കുമ്പോ തന്നെ അവക്കൊരു അമ്മുമ്മയുടെ സെറ്റപ്പായിരുന്നു. എന്താണ് ഇത്? എന്തു പറ്റി? ഏത് റെസ്റ്റോറന്റിൽ പോയാലും ഇവനിത് പതിവാ. ഭക്ഷണം വരുമ്പോഴേക്കും മുങ്ങാളെ വകുപ്പ് സ്ഥലത്തെത്തിയിരിക്കും. അതുകൊണ്ട് തന്നെ ഡോൾഫിൻ നൗഫിലെന്നാ ഞങ്ങൾ അവനെ വിളിക്കുക. ഡോൾഫിനെ പോലൊന്ന് ചാടും, പിന്നെ മുങ്ങും. ആഹാ, ഈ ഹാൻഡ് ബാഗ് കൊള്ളാലോ. ബ്യൂട്ടിഫുൾ. റിയലി? മമ്മി ബാംഗ്ലൂരിൽ ഒരു സെമിനാറിന് പോയപ്പോ വാങ്ങിയതാ. ഹായ്, ബ്യൂട്ടിഫുൾ പേഴ്സ്. നോക്ക്, ശിവനെ പോലെയല്ല, വിവേകിന് സൗന്ദര്യബോധമുണ്ട്. വണ്ടർഫുൾ മണി. Keep the change. Thank you, sir. The beautiful purse, beautiful bag, രണ്ടും സേഫ് ആയി. എങ്ങനെയുണ്ട്? ഇതാണ് ഇവന്റെ സൗന്ദര്യബോധം. സമ്മതിച്ചിരിക്കുന്നു. ഐ എം ഓൾ റൈറ്റ്. എങ്ങനെയായാലും ബില്ല് ഞാൻ പേ ചെയ്യാനിരുന്നതാ. പക്ഷെ വിവേക് പണിയൊപ്പിച്ച രീതി എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാരും തിന്ന് തീർന്ന. അല്ല, ആരാണവന്മാര്? കുറെ കാലായി തുടങ്ങിയിട്ട്. എന്ത് കുറച്ച് കാശ് കൊടുക്കാണെന്ന് വിചാരിച്ചിട്ട് കിട്ടുമ്പോ കൊടുക്കില്ലേ? അത് മറന്നു. ഞങ്ങളുടെ ഫൈമൻ കമ്പനിയുടെ 6ാം വാർഷിക വരുന്ന ശനിയാഴ്ച അടിച്ചു പൊളിക്കണം. ഞങ്ങൾ ഒരുമിച്ച് +2 പഠിക്കുന്ന സമയത്തെ ഹോസ്റ്റലിൽ വെച്ചാ ഇങ്ങനെ ബിരിയാണി തിന്നുന്ന സമയത്ത് ഫുഡിന്റെ കാര്യം ഒരു കറക്റ്റ് ഓർമ്മയാ. ആ സമയത്താ ഈ കമ്പനി ഉണ്ടായത്. ഇവന് മെഡിസിൻ കിട്ടി. ഞാനും നോഫലും പിന്നെ സണ്ണിയും സുജിത്തും എഞ്ചിനീയറിംഗ് ചേർന്നു. ഞങ്ങൾ 4 പേര് ഒരുമിച്ച. ഇവനെ മാത്രം കിട്ടുന്നില്ല. ഇനി അങ്ങനെ ഒരു പ്രശ്നേ ഇല്ല. ഇവനെ കൃത്യമായി നിങ്ങളുടെ കമ്പനിയിൽ എത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. താങ്ക് യു പെങ്ങളെ, താങ്ക് യു. അപ്പോ വിട്ടോട്ടെ. Okay. ഓക്കെടാ. ശരി, ബൈ. ദേ, ഈ തരികിട പാർട്ടീസാണ് എന്റെ കമ്പനി. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. നൈസ് കമ്പനി. ഈ കമ്പനിയിൽ ഇത്രയും കാലം കൂടിയിട്ട് നീ ഒരു മനുഷ്യനായില്ലല്ലോ. ഇറങ്ങടി വണ്ടിയിൽ നിന്ന്. എന്തുപറ്റി? ഞാനൊരു മനുഷ്യനല്ലെന്നല്ലേ നീ പറഞ്ഞത്. നീ പോയി ആവാടെ കൂടെ കുടിക്കാട്ടോ. എന്റെ പൊന്നു ശിവരാജ, ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞതല്ലയോ. ആ, എങ്കിൽ പിന്നെ നേരെ പിടിച്ചിരുന്നു. മമ്മി എത്തിയില്ലേ സുന്ദരേട്ടാ? അവിടെ ഗർഭിണികളുടെ കൂട്ടക്കരച്ചിൽ. മമ്മിക്കൊന്നും വരാനാവില്ല. ഇവിടെ പപ്പായുടെ കൂർക്കമ്പനി. എനിക്കൊന്നും ഉറങ്ങാനും പറ്റൂല. ഈ സുന്ദരേട്ടന്റെ പപ്പ എങ്ങനെ കുടിപ്പിക്കുന്നെ? ആ ഡാ, നിന്റെ പ്രിയതമൻ പറഞ്ഞു കേട്ടാ, ഞാനാ അവളുടെ പപ്പയെ കുടിപ്പിക്കുന്നതെന്ന്. എനിക്ക് കുറ്റബോധം കൊണ്ട് ഇരിക്കാൻ പറ്റുന്നില്ല. കുടിക്കാൻ ഇങ്ങനെ ഇഷ്ടമില്ലാത്തൊരു മനുഷ്യൻ കുട്ടികളെ കഷായം കുടിപ്പിക്കുന്ന പോലല്ലേ ഞാൻ ഈ 1 കുപ്പി അങ്ങനെ ഒഴിച്ചു കൊടുത്തത്. എടാ ശിവ, ഒരു തുള്ളി എനിക്ക് ക്യാൻസർ തന്നില്ല. ഞാൻ ഈ 4 കുപ്പി മണപ്പിച്ചിരിക്കാൻ തുടങ്ങട്ടെ 1 മണിക്കൂറായി. നീ വണ്ടി എടുക്ക്. നിന്റെ ഹോസ്റ്റലിലെ മൈക്കിൾ ജാക്സന്മാര് ഒരു സ്മോൾ എനിക്ക് തരാതിരിക്കില്ല. സ്വീറ്റ് ബോയ്സ്. അങ്ങൾ എണ്ണീക്കുമ്പോ നിന്നെ കണ്ടില്ലെങ്കിൽ നാളെ പണി പോകും. പറഞ്ഞേക്കാം. ഉണരാനോ? ഇനി നാളെ ഉച്ചക്ക് നോക്കിയാൽ മതി. ഇത് ഉറക്കമല്ല, ഒരു താൽക്കാലികമായ മരണം. ഉച്ചക്കല്ലടാ, 11 ചാടിക്കോ ചാടിക്കോ, വിളിച്ചങ്ങോട്ട് ചാടിക്കോ. അങ്ങനെ എന്താടാ ഈ വക അഭ്യാസമൊന്നും ഇവിടെ പറ്റില്ല. എന്റെ കണ്ണൊന്ന് തെറ്റിയാ മതി, അപ്പൊ തുടങ്ങും. അനീതി, അക്രമം, അമിത മദ്യപാനം, ഇതൊന്നും ഞാൻ വെച്ചുറപ്പിക്കൂല.
പോട്ടെ മക്കളെ, നിങ്ങൾ എല്ലാവരും ക്ലാസ്സിൽ പോയാട്ടെ. ഇവര് ക്ലാസ്സിൽ പോയാ എങ്ങനെയാ ശരിയാവുക? കാളി പൂജ മുടക്കാൻ പറ്റുമോ? അതെ അതെ, പറ്റുമോ? കാളി പൂജ മുടക്കണ്ട, കാളി പാളിയെ കൊള്ളൂ. ആ, അപ്പൊ പിന്നെ ആര് തുള്ളും? ആര് തുള്ളും? ഓം കാളി മുത്തകളി, ഓം കാളി മുത്തകളി. അങ്ങനെ അച്ചാറില്ലേ? ഇല്ലല്ലോ സുന്ദര. ഇല്ലെങ്കിൽ വേണ്ട. നിന്റെ അച്ഛന്റെ പേരെന്താ? ഭാസ്കരൻ. ആ, അദ്ദേഹം എന്ത് ചെയ്യുന്നു? മരിച്ചുപോയി. ഒരിക്കലുമില്ല, അദ്ദേഹം ജീവിച്ചിരിക്കുന്നു. അല്ല, 5-6 വർഷം മുമ്പ് ഒരു ആക്സിഡന്റ് മരിച്ചുപോയി. ആക്സിഡന്റിൽ ഭാസ്കരൻ എന്ന ആൾ മരിച്ചു എന്നത് സത്യം. പക്ഷെ അത് നിന്റെ അച്ഛനാണെന്നുള്ളത് അസത്യം. ആദ്യം നിന്റെ അമ്മ ഭാസ്കരനെ വഞ്ചിച്ചു, പിന്നെ ഭാസ്കരൻ നിന്റെ അച്ഛനാണെന്ന് പറഞ്ഞ് നിന്നെ വഞ്ചിച്ചു. അതിനുള്ള ശിക്ഷ കാളി അമ്മ തരും. നിന്റെ അച്ഛൻ ഇപ്പോഴും ആ ചെത്തുകാരൻ അമ്മ റോയൽ ഇലക്ട്രിക്കൽസിൽ നിന്നും വാങ്ങിയ ഫ്രിഡ്ജ് ഒന്നിന് 8600 രൂപ കേശവ ഫൈനാൻസിയേഴ്സിൽ നിന്നും കൈപ്പറ്റിയിരിക്കുന്നു. ഈടായി പലിശയടക്കം 12600 രൂപയുടെ ചെക്ക് എനിക്ക് തന്നു. പക്ഷേ 1.5 വർഷം കഴിഞ്ഞിട്ടും KP സരസ്വതി അമ്മ പലിശ ഇനത്തിൽ വെറും 500 രൂപ മാത്രമേ തന്നതായി കണക്കിൽ കാണുന്നുള്ളൂ. അതെ, എന്നെ സരസു എന്ന് വിളിച്ചാ മതി. കാശ് കിട്ടാൻ ഒരാളെ പട്ടിന്ന് വിളിക്കാൻ പോലും കൊച്ചു കൊച്ചുവളയ്ക്ക് മടിയില്ല. പിന്നല്ലേ സരസു. സരസു ഇപ്പൊ കാശ് കയ്യിലുണ്ടോ? ഇല്ല, ഇപ്പൊ ഞാൻ മുതലാളിയോട് ഒരു പരാതി പറയാൻ വന്നതാ. പറയൂ പരാതി നീ സരസു. മുതലാളി കടന്നെന്ന കാശിന് ഞാനൊരു ഫ്രിഡ്ജ് വാങ്ങിയില്ലേ? അതെ, ആ കാശാണല്ലോ ഞാൻ തിരിച്ചു ചോദിക്കുന്നത്. പക്ഷേ ഇന്നലെ 4-5 പേര് വീട്ടിൽ കയറി വന്നു. മുതലാളിയുടെ ആൾക്കാരാന്ന് അവര് പറഞ്ഞേ. ഭർത്താവ് വേലക്കാരിയുടെ കൂടെ ഒളിച്ചോടി പോയ ശേഷം എനിക്ക് ആൺതുണ ഇല്ലാന്ന് മുതലാളിക്ക് അറിയാലോ. അവരെന്നെ ഭീഷണിപ്പെടുത്തി ഫ്രിഡ്ജ് എടുത്തോണ്ട് പോയി. അങ്ങനെ ഉണ്ടായോ സരസ്വതി? സരസു നീ പേടിക്കണ്ട. പുള്ളി ചോദിക്കുമ്പോ അതെ സാർ, പറ്റില്ല സാർ എന്നൊക്കെ അങ്ങ് തട്ടി വെച്ചാ മതി. എടാ, ഇയാളുമായിട്ട് നിങ്ങൾക്ക് എന്താണ് പാട്? ഡെയിലി കോട്ടയ്ക്കുള്ള കാശ് ഒപ്പിക്കണ്ടേ? ഈ കേശവ പിള്ളയുണ്ടല്ലോ, ഒരു ഫൈനാൻഷ്യറാ. കടം കൊടുത്ത പണം തിരിച്ചു മേടിക്കാൻ ഞങ്ങളൊന്ന് സഹായിക്കുന്നു. പക്ഷെ പ്രതിഫലം തരുന്ന കാര്യത്തിൽ അങ്ങേർക്ക് ഇച്ചിരി പിശുക്ക. അതിനു വേണ്ടി ചെറിയൊരു നാടകം. അപ്പോ എല്ലാം പറഞ്ഞ പോലെ അതൊക്കെ ചളവാക്കരുത്, എന്റെ കൂടെ പോരും. വാ വാ. സാറേ, ഇവരെ എന്റെ ഫ്രിഡ്ജ് എടുത്തോണ്ട് പോയേ. ഓഹോ, ഇവരാണോ? ഇങ്ങോട്ട് മാറിക്ക്. ഈ ഇരിക്കുന്ന ശ്രീമതി KP സരസ്വതി അമ്മയുടെ സരസുവിന്റെ എന്തോ എടുത്തോണ്ട് പോയത് നിങ്ങളാണോ? എന്തോ അല്ല സാർ, ഫ്രിഡ്ജ്. അതെ, ഫ്രിഡ്ജ് എടുത്തോണ്ട് പോയത് നിങ്ങളാണോ? അതെ സാർ. അതെ. എങ്ങനെ കൊണ്ടുപോയി? പെട്ടിയോട്ടോയിൽ കയറ്റി. ഓട്ടോക്ക് എത്ര വാടക കൊടുത്തു? 120. ചായക്കാശ് 900. അയ്യോ, അപ്പൊ എത്രയായി മൊത്തം? 1020 രൂപ. അപ്പൊ അതും അക്കൗണ്ടിൽ കയറി. ആര് പറഞ്ഞിട്ടാ നിങ്ങൾ ഫ്രിഡ്ജ് എടുത്തോണ്ട് പോയത്? കൊച്ചു കേശവപിള്ള സാർ. അതാരാണ്? മുതലാളി. എന്നിട്ട് ഫ്രിഡ്ജ് എവിടെ വെച്ചു? മുതലാളിയുടെ സ്റ്റോർ റൂമിൽ വെച്ചിട്ടുണ്ട്. വെരി ഗുഡ്. എന്റെ പൊന്ന് സരസു, ഇപ്പൊ മനസ്സിലായില്ലേ ഫ്രിഡ്ജ് വന്ന വഴി? ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? മുതലാളി ഇടയ്ക്കൊക്കെ ഒന്ന് വീട്ടിലേക്ക് വരണം. ഞാൻ വരാം. അപ്പൊ ചായക്കാശ് മുതലായി. അപ്പൊ ഫ്രിഡ്ജ് ഇവിടെ ഇരിക്കട്ടെ. എന്ന് ഞാൻ വരട്ടെ. ആയിക്കോട്ടെ. പലിശ ഇല്ലെങ്കിലും മുതല് കൊള്ളാം. ഇതാരാണ് പുതിയൊരു അവതാരം? ഇതാണ് സാർ ഞങ്ങൾ പറഞ്ഞ. ഓ, നിങ്ങളുടെ ലീഡർ സുൽത്താൻ ശിവൻ. ഇരിക്കൂ. ഇത്തിരി കുഴൽപ്പണ ഇടപാടും ബ്ലേഡുമായിട്ടൊക്കെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു പാവ അപ്പാവിയാണ്. ഗതികേട് കൊണ്ടാണ് ഞാൻ നിങ്ങളെ പോലുള്ളവരുടെ ഹെൽപ്പിന് കൈനീട്ടുന്നത്. കൂടുതൽ പ്രതിഫലം ചോദിച്ച് എന്നെ കുത്തുവാള എടുപ്പിക്കരുത്. ഏതായാലും സുൽത്താൻ ശിവൻ സാർ ഇടപെട്ടുകൊണ്ട് മാത്രം പ്രതിഫലത്തിൽ ഒരല്പം തുക കൂട്ടിത്തരാം. നമ്മൾ തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പോവുകയാണെങ്കിൽ കുറച്ച് മുന്തിയ ഡീലിങ്സും ഞാൻ നിങ്ങൾക്ക് തരാം. ശിവൻ സാർ എപ്പോഴും ഇങ്ങോട്ട് വരണമെന്നില്ല. ഇവർക്ക് വേണ്ടതൊക്കെ ഞാൻ ചെയ്തു കൊടുത്തോളാം. എന്നെ കുത്തുവാള എടുപ്പിക്കരുത്. അന്ന് കേസിന്റെ മുമ്പിൽ ആകെ നാറി. ഇപ്പൊ എന്തായി? ശിവൻ ഹീറോ ആയി, നീ സീറോയും. പ്രാണസഖി, നീ കണ്ടോ?